ചിന്തകളിലുള്ള ചില പോരായ്മകൾ കാരണമാണ് നമ്മളിൽ നിന്നും ചിലതൊക്കെ പറഞ്ഞും ചെയ്തും പോകുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവില്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാനൊക്കെ. ചില സമയങ്ങളിലൊക്കെ ഉമ്മമാര് ഒന്ന് ഹെൽപ്പ് ചെയ്തു തരാൻ, ഒരു ഉപ്പേരിക്ക് അരിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എത്ര സഹായമാവുമായിരുന്നു അവർക്ക്. രാവിലെയൊക്കെ എണീക്കുന്ന സമയത്ത് ഉമ്മമാര് എണീക്കുന്നതൊക്കെ നോക്കണം നിങ്ങൾ. ഒരു പക്ഷേ 4:30 എണീക്കുന്ന ഒരു ഉമ്മ ബാത്റൂമിന്റെ അടുത്തേക്ക് എത്തുന്നത് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. എന്താണെന്നറിയോ? കാലിൻ്റെ മടമ്പിൻ്റെ വേദന കാരണം, മുട്ടുവേദന കാരണം. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ? രണ്ടത്താണി ടൗണിൽ എവിടെയെങ്കിലും തെരുവിൽ കിടന്നുറങ്ങി എണീച്ച് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാവരും വീട്ടിൽ നിന്നാണോ വരുന്നത്? ഓക്കെ, വെരി ഗുഡ്. നല്ല തറവാടൊക്കെ, നല്ല വീടൊക്കെ ഉള്ള, ഉമ്മയും ഉപ്പയും ഒക്കെ ഉള്ള, പറയാനും ചോദിക്കാനും ഒക്കെ ആൾക്കാരുള്ള അടുത്ത് തന്നെയാണ് വരുന്നത് അല്ലേ? കോട്ടക്കലും മലപ്പുറം രണ്ടത്താണി ഒന്നും എവിടെയും തിരൂരൊന്നും തെരുവോരത്ത് അന്തി ഉറങ്ങി എണീച്ച് വരുന്നവരൊന്നും അല്ലല്ലോ? അല്ല. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇടക്കൊക്കെ ഞാൻ ഇവിടുന്ന് പോവാണ്, ഇവിടെ ഒരു സുഖമില്ല, ഇവിടെ ഒരു സമാധാനമില്ല, വല്ല ഹോസ്റ്റലിലൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, അടുത്ത വർഷം എന്തായാലും ഞാൻ ഹോസ്റ്റലിലേ പഠിക്കുള്ളൂ, ഇങ്ങനെ വീട്ടുകാരോട് പറയുന്നവര് സ്വയം ഒന്ന് ആലോചിക്കുക. അങ്ങനെ പറയാറുണ്ടോ ഇല്ലയോ? അങ്ങനെ താല്പര്യം ഇറങ്ങിപ്പോകാൻ തോന്നാറുണ്ടോ? ഇറങ്ങിപ്പോകാൻ തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചില സമയത്ത് തോന്നാറുണ്ടോ? എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. നിങ്ങൾ സത്യസന്ധമായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്, നിങ്ങളും ഹൃദയം കൊണ്ട് തന്നെ മറുപടി പറയണം. ഉണ്ടോ? ഉണ്ട് അല്ലേ? വല്ലപ്പോഴും. എപ്പോഴൊക്കെയാ തോന്നാ? ഒരു സന്ദർഭം ഞാൻ പറയാ, കമ്പയർ ചെയ്യുമ്പോൾ. യെസ്, കറക്റ്റ്. ഇനി അടുത്ത സന്ദർഭം നിങ്ങൾ പറഞ്ഞേ. ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറങ്ങിപ്പോവാൻ തോന്നും. പിന്നെ അത്ര തന്നെ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും വീണ്ടും. ഞാൻ പറയുമ്പോ എല്ലാരും നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഉമ്മക്കൊരു കാര്യം പറയണമെങ്കിൽ എത്ര പ്രാവശ്യം ഒരേ സെന്റൻസ് തന്നെ പല തരത്തിലല്ലേ, 14-15 ടൈപ്പാക്കിയിട്ട് അങ്ങ് പറയും. ഒരേ കാര്യം തന്നെ ആയിരിക്കും പറയാ അല്ലേ? 15-16 ടൈപ്പാക്കി മാറ്റി മാറ്റി. നേരെ മറിച്ച് ഉപ്പയാണെങ്കിലോ, എന്താ നീ പഠിക്കാത്ത? സമയമായില്ലേ, മഗ്‌രിബ് കഴിഞ്ഞാൽ ഖുർആൻ ഓതിയിട്ട് പഠിക്കണം എന്നുള്ളത് എനിക്കറിയില്ലേ? കഴിഞ്ഞു ഉപ്പൻ്റെത്. ഉമ്മയാണെങ്കിലോ, സമയം മുഴുവൻ മൊബൈൽ ഉപയോഗപ്പെടുത്തും, അത് കഴിഞ്ഞിട്ട് വായിക്കാൻ സമയം ഉണ്ടാവില്ല, പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാവില്ല, പേപ്പർ ഇങ്ങോട്ട് കിട്ടട്ടെ, മീറ്റിംഗ് ഇടാവട്ടെ അല്ലേ? തുടങ്ങി തുടങ്ങി ഒരേ സംഭവമായിരിക്കും. അത് പല തരത്തിലാ ഉമ്മ സംസാരിക്കുക. അങ്ങനെ നിങ്ങൾ പറയാണ്, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി, ഒരു ദിവസം ഒരു സമാധാനത്തോടുകൂടി ഇരിക്കാൻ സമ്മതിക്കൂല, എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ എടുത്തോ, അപ്പോഴേക്ക് ഫോൺ എടുത്തു. അതുവരെ ഞാൻ ചെയ്ത ഒരു പണികളും ഉമ്മ കാണൂല, ഉപ്പ കാണൂല, മറ്റുള്ളവർ കാണൂല. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്തോ, അപ്പോഴേക്ക് ഒന്നുകിൽ ഉപ്പക്ക് ഫോൺ ആവശ്യം വരും. അതല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ജനറലൈസ് ചെയ്ത് എപ്പോഴും ഞാൻ ഫോണിലാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കും. പിന്നെ അപ്പുറത്തോളം നോക്ക്, അവളിങ്ങനെ, കസിൻ ബ്രദറിന്റെ അവരിങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കമ്പാരിസൺ അല്ലേ? ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഒന്ന് പൊയി കിട്ടിയാൽ മതി എന്ന് കരുതി ഇങ്ങനെ ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. അങ്ങോട്ട് പ്രസ്താവിക്കാം, അതെ എനിക്ക് പറ്റൂല, ഞാൻ ഇവിടുന്ന് പോവാണ്. ഉടനെ തന്നെ ഉപ്പ ഇങ്ങനെ വന്നിട്ട് ഈ സംസാരം കേട്ടിട്ട് ഉപ്പൻ്റെ റൂമിൽ പോയിട്ട് ഷെൽഫ് തുറന്നിട്ട് 30,000 രൂപ പോയിക്കോ, എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ, സന്തോഷമായിട്ട് ജീവിക്ക്. അപ്പോഴത്തെ ഒരു ഇമോഷണലിന്റെ ആ ഒരു ഇന്റൻസിറ്റിയിൽ ക്യാഷ് അങ്ങോട്ട് വാങ്ങി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി എന്ന് വിചാരിക്കുക. എവിടെ വരെ പോവും? എവിടെ വരെ പോവും? ഒരു പക്ഷെ ഒരു ദിവസം, 2 ദിവസം കൂട്ടുകാരികളുടെയൊക്കെ വീട്ടിൽ അത്രയ്ക്കല്ലേ പറ്റുള്ളൂ. 3-ാമത്തെ ദിവസം രാവിലെ ഇങ്ങനെ ഒരു ബെല്ലടി കേട്ടിട്ട് ഒപ്പം ഇങ്ങനെ വാതിൽ തുറന്നു, എന്തേ പോന്ന്? പറ്റുന്നില്ല, ഞാൻ അങ്ങോട്ട് തന്നെ പോന്നു, എനിക്ക് അങ്ങോട്ടും പോണ്ട. ഉണ്ടാവൂലേ?
ഉണ്ടാവില്ലേ? പടച്ചതമ്പുരാന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഒരു കുടുംബം ഉണ്ടാവുക എന്നുള്ളത്, അല്ലേ? നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്കിങ്ങനെ വിശാലമായി പാറി പറക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു സാഹചര്യമാണ് സമൂഹത്തിൽ മുഴുവനുള്ളത്. എവിടെ കണ്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, നമ്മൾക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ പോലെ ഞാനും ഫ്രീ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ കുടുംബവുമായിട്ട് കമ്മിറ്റഡ് ആവേണ്ട ഒരവസ്ഥ ഇല്ലാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നൊക്കെ പലപ്പോഴും തോന്നുമെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ തിരിച്ചു വീട്ടിലെത്താൻ വേണ്ടി മനസ്സിങ്ങനെ കൊതിക്കും. ഇതൊക്കെ എൻ്റെ ഉമ്മച്ചിനോടൊന്ന് പറയണം, എൻ്റെ ഉപ്പയുമായിട്ടൊന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളും വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വീടുണ്ടാവുക, കുടുംബം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, മനുഷ്യർക്ക് മാത്രമുള്ള ഒരു അനുഗ്രഹം. കോഴികളുള്ള വീടുണ്ടോ? ആരുടെയെങ്കിലും വീട്ടിൽ കോഴികളുണ്ടോ? കോഴിയെ വളർത്തുന്ന വീട്ടുകാരുമില്ല? രണ്ടത്താണിയിൽ കോഴികളില്ല? ഉണ്ട്. ആരൊക്കെ വീട്ടിലുണ്ട് കോഴികൾ? നിങ്ങൾ വളർത്തുന്നുണ്ട് അല്ലേ? വീട്ടിലെ കോഴികള്, പിന്നെ ഒരു പിടക്കോഴിയുണ്ട്, പൂവൻകോഴി ഉണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും. അതൊക്കെ അപ്പുറത്തെ വീടുകളൊക്കെ ആയിട്ട് അവരിങ്ങനെ ഒരുമിച്ച് അങ്ങനെ ജീവിച്ചു പോവും. അങ്ങനെ പിടക്കോഴി മുട്ടയിട്ടു, മുട്ടകൾ വിരിഞ്ഞു, കുഞ്ഞുങ്ങളുണ്ടായി. പൂവൻകോഴിയും പിടക്കോഴിയും കൂടിയിട്ട് അവരെ നന്നായി നോക്കി വളർത്തി, ഇല്ലേ? ഇല്ലാന്ന് നോക്കി വളർത്തി വലുതാക്കി 4 പെൺകുട്ടികളും 2 പൂവന്മാരുമാണ് ഉണ്ടായത്. ആ 4 പെൺകുട്ടികളെയും വിവാഹം കഴിച്ച് പറഞ്ഞയച്ചു. അവർ തിരിച്ച് വീട്ടിലേക്ക് വിരുന്ന് നിൽക്കാൻ വരും. ഇല്ല, നിങ്ങൾ എന്താടോ അംഗീകരിക്കാത്ത? അങ്ങനെ ഇല്ലേ? ഇല്ല അല്ലേ? വിരുന്ന് വരുന്നു, നിൽക്കുന്നു, പോകുന്നു. പിന്നെയും കുറേ കഴിയുമ്പോൾ എന്തെങ്കിലും അസുഖ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ വീണ്ടും വരുന്നു, ഉമ്മയപ്പയും കൂടി അവരെ പോയി വിസിറ്റ് ചെയ്യുന്നു. ഇതൊന്നുമില്ല, ഇല്ല. എന്നാൽ പശുവിനെ എടുത്തു നോക്കിയാലോ, അവർക്കുണ്ടോ ഇങ്ങനെ? ഇല്ല. പരസ്പരം അവരുടെ ആ തലമുറ, ആ വംശം, ആ ഒരു പരമ്പര നിലനിർത്താൻ വേണ്ടിയുള്ള ആശ്രയത്വം മാത്രമാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റുള്ളതിനൊക്കെ കുടുംബം എന്ന് പറയുന്നത്. ആണല്ലോ, അല്ലേ? തള്ളക്കോഴിയും പൂവൻ കോഴിയും ഒരുമിച്ച് ചേർന്ന് കുഞ്ഞുങ്ങളെ കുറേ കാലം നോക്കി വളർത്തി വലുതാക്കി അവസാനം ഇവർ തിരിച്ച് ഈ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ളൊരു കാഴ്ചകളൊന്നും ഒരു ജന്തുവിഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് നേരെ തിരിച്ച് സംഭവിക്കോ? ഇല്ല. കാട്ടിൽ എവിടെയോ ദൂരെ ഒരു കടുവയുടെ കുഞ്ഞ് വലിയൊരു കടുവയായി മാറി അതെവിടെയെങ്കിലുമൊക്കെ ചത്ത് കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ആ തള്ളക്കടുവക്ക് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഒരു പക്ഷെ അറിയുന്ന പോലും ഉണ്ടാവില്ല, വികാരവും ഉണ്ടാവില്ല, സങ്കടമോ ദേഷ്യമോ അങ്ങനെ. കാരണം താൻ സ്വന്തമായിട്ട് കൊത്തിപ്പെറുക്കാനും അല്ലെങ്കിൽ വേട്ടയാടാനും ഇരയെ കണ്ടെത്തി വേട്ടയാടി ഭക്ഷണം കഴിക്കാനും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാവുന്നതോടുകൂടി ഈ മൃഗം തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാ കാണുന്നത്? മറ്റൊരു മൃഗമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ സ്വന്തം എന്നുള്ളത് അവിടെ വേർപ്പെടുകയാണ്. ഇത്രത്തോളം 10ഉം 15ഉം കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ചിറകിൻ്റെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു തള്ളക്കോഴി തന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ക്രൂരമായിട്ട് കുഞ്ഞുങ്ങളെ കൊത്തിയാട്ടുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം വരും നമുക്ക്. കൊത്തിയാട്ട് ഈ കുഞ്ഞ് വേദന കൊണ്ട് ഇങ്ങനെ ഓടിപ്പോവും, വീണ്ടും അമ്മയുടെ അടുത്തേക്ക് വരും, വീണ്ടും കുഞ്ഞിനെ കൊത്തിയാട്ടും, അല്ലേ? ആ കൊത്തിയാട്ടുന്നത് എന്തിനാ? വലിയൊരു പാഠം കൊടുക്കാനാ. തൻ കാര്യം നോക്കാൻ നീ പ്രാപ്തയായിട്ടുണ്ട് മോളെ. രാത്രികളെ ഭയക്കേണ്ടതില്ല, ഇരുട്ടുകളെ ഭയക്കേണ്ടതില്ല. ഒറ്റക്കാവുക എന്ന് പറഞ്ഞാൽ കരുത്തയാവുക എന്നുള്ളതാണ് എന്നുള്ള ഒരു മെസ്സേജാണ് തള്ളക്കോഴി കോഴിക്കുഞ്ഞിന് കൊടുക്കുന്നത്. അതോടുകൂടി ആ റിലേഷൻ കഴിഞ്ഞു. അവന് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ആശ്രയത്വം അമ്മയിൽ നിന്ന് വേണമായിരുന്നു, അത് കഴിഞ്ഞു. പക്ഷേ മനുഷ്യൻ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്തില് അവസാനം പറയുന്നത് എന്താ?
നിന്റെ മാതാവ് ഇത്രമേൽ പ്രയാസം സഹിച്ച് ഗർഭം ധരിച്ച് പാല് തന്ന് വളർത്തി വലുതാക്കി 30 മാസക്കാലം എന്നാ പറയുന്നത്. ഗർഭധാരണവും പ്രസവവും മുലകുടിയും കൂടി 30 മാസക്കാലം നിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം നീ വളർന്നു വലുതായി നിനക്ക് 40 വയസ്സാവുകയും ചെയ്താൽ നീ പടച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട്, എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മാതാപിതാക്കൾക്കും നീ കരുണ ചെയ്യണമേ, അവര് എന്നെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തണമേ. ഇത്തരത്തിലുള്ള ഒരു 40 വയസ്സാകുന്നതോടു കൂടിയാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് പ്രാപ്തി നേടുന്നത് എല്ലാ തരത്തിലും. അപ്പോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്വയം കാലിൽ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ചിന്ത പോകുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ചിന്ത വരുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് എപ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും പഠിച്ച് നല്ലൊരു ജോലി നേടണം, എന്നിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന ആഗ്രഹം? ഉപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ഉപ്പക്കും ഉമ്മക്കും എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. മനുഷ്യൻ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനായാൽ മനുഷ്യന്റെ ആഗ്രഹം തിരിച്ചു മാതാപിതാക്കൾക്ക് ചെയ്യണമെന്ന ആ ആയത്തിൽ പറയുന്നത് പോലെ ജീവികളുടേത് കണ്ടില്ലേ നമ്മള്? പ്രാപ്തനായി കഴിഞ്ഞാൽ അവർ ആ ഫാമിലിയിൽ നിന്ന്, ആ സിസ്റ്റത്തിൽ നിന്ന് കട്ട്. മനുഷ്യന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സംവിധാനമാണ്. ഈ സംവിധാനമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. കുടുംബത്തിൽ നിന്ന് ഒരാളെ മൈനസ് ചെയ്ത അയാൾ സീറോയാ. ആ ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ കുടുംബം വേണ്ട, കമ്മിറ്റ്മെന്റ് ആവൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോക്ക് തുടങ്ങിയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ചുറ്റിലുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ പറയുന്നത് പോലെ തന്നെ തങ്ങളുടെ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും പടച്ചവന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നവർക്ക്, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക് പടച്ചവൻ എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും നൽകും, അങ്ങേയറ്റത്തെ പ്രതിഫലവും ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ക്രിയേറ്റീവായിട്ട് കൊണ്ട് നടക്കുന്ന, പോസിറ്റീവായിട്ടുള്ള ഇത്തരം ബന്ധങ്ങളെ കൂടെ കൊണ്ട് നടക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മളെ വിലക്കുന്ന ബന്ധങ്ങൾക്ക് നമുക്ക് വല്ലാത്ത ഇഷ്ടം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങൾക്കും നമ്മോട് കൂടെ നിൽക്കുന്ന ബന്ധങ്ങളെയാണ് നമുക്ക് ഇഷ്ടം ഉണ്ടാവുക. ഇങ്ങനെ ഡ്രസ്സ് ധരിക്കല്ലേ, ഈ തട്ടം ഇങ്ങനെ ഇടല്ലേ, പിന്നെ മേക്കപ്പ് ഇത്തരത്തിൽ ലിപ്സ്റ്റിക്കും മറ്റു തരത്തിലുള്ള മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങല്ലേ, ഇങ്ങനെ സംസാരിക്കല്ലേ, അങ്ങനെ പറയല്ലേ എന്നുള്ള രീതിയിൽ പല സമയങ്ങളിലായിട്ട് നമ്മളെ വിലക്കുന്ന ബന്ധങ്ങൾ, നമുക്ക് വിലക്ക് വെക്കുന്ന ബന്ധങ്ങളെ നമുക്ക് എന്തുണ്ടാവില്ല, വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാവില്ല. എന്നാൽ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നീ ഇനി ഇങ്ങനത്തെ ഷോർട്സ് തന്നെ ധരിച്ചാൽ മതി കേട്ടോ, നീ ഷോൾ ഇങ്ങനെ പിൻ ചെയ്യുമ്പോൾ ഭംഗിയില്ല, ഇന്ന് നീ ഷോൾ പിൻ ചെയ്യാതെ എങ്ങനെ ഇട്ടപ്പോൾ ഇത് സൂപ്പർ ആയിട്ടുണ്ട്, നീ ഈ ലിപ്സ്റ്റിക്കിന് പകരം മറ്റതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, കൂടുതൽ ബ്യൂട്ടി ആകും. എന്തിനാ അത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്? അതൊന്നും ആവശ്യമില്ല. കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയാൽ മതി. പാരൻസിനൊന്ന് പത്രത്തോനെ ചെയ്തു കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഫ്രീ സ്പേസ് കിട്ടണം, അവിടെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. മൈ ലൈഫ് മൈ ചോയ്സ് എന്നൊക്കെ പറയുന്നത് പോലെ നീ നിന്റെ ലൈഫിനനുസരിച്ച് നടക്ക്, നിന്റെ തോട്ടെന്താണോ അതുപോലെ തന്നെ നീ ജീവിക്കുക എന്നൊക്കെ നമ്മൾക്ക് ഇങ്ങനെ മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ നമുക്ക് കൂടുതൽ ഇഷ്ടമാണ്. വിലക്കുന്ന ബന്ധങ്ങളെ എതിർക്കുവാനും നമ്മളെ ഇത്തരത്തിൽ സന്തോഷിപ്പിക്കുന്ന ബന്ധങ്ങളെ കൂടെ കൊണ്ട് നടക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് പടച്ചോൻ നമുക്കൊക്കെ ഒരു സംഭവം തന്നിട്ടുണ്ട്. മൃഗങ്ങൾക്കും അത്തരത്തിലുള്ള ജീവികൾക്കും ഒന്നുമില്ലാത്ത ഒരു വിശിഷ്ടമായ ഒരു അനുഗ്രഹം പടച്ചോൻ തന്നിട്ടുണ്ട്. അതെന്താ? അതെ, ബുദ്ധി അല്ലേ? ബുദ്ധിയാണ്, ചിന്തിക്കാനുള്ള കഴിവാണ്. ആ ബുദ്ധി ഉപയോഗിച്ച്, ചിന്തിക്കാനുള്ള ഈ കഴിവ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇത്തരത്തിലുള്ള ഈ നിയർ ആൻഡ് ഫാർ എന്ന് പറയും, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബന്ധങ്ങളെ മറന്നുകൊണ്ട് നമ്മളെ ഫാറായിട്ടുള്ള, നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന, നമുക്ക് കൂടുതലൊന്നും നന്മ കിട്ടാത്ത തരത്തിലുള്ള ബന്ധങ്ങളെ
കട്ട് ചെയ്യാനും, നോ പറയേണ്ടിടത്ത് നോ പറയാനും, യെസ് പറയേണ്ടിടത്ത് യെസ് പറയാനും നമ്മൾ ഈ വിശിഷ്ടമായ പടച്ചോൻ തന്ന അനുഗ്രഹമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ട്. അതിനാണ് പടച്ചോൻ നമുക്കിത് തന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബ്രേക്ക് ചെയ്യുന്ന ബന്ധങ്ങളെ പലതരത്തിലായിട്ട് പലതരം തിന്മകളിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന, നന്മകളെ ബ്രേക്ക് ചെയ്യുന്ന ബന്ധങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യുവാനും, നമ്മളെ കീപ്പ് ചെയ്തുകൊണ്ട് നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ കൂടെ കൊണ്ട് നടക്കാനും നമുക്ക് പറ്റേണ്ടതുണ്ട്. സോ നമ്മൾ അവരുടെ ഒരു വില മനസ്സിലാക്കുകയാണ് അല്ലേ? എത്രത്തോളം ഇപ്പം ഇവള് ആത്മാർത്ഥമായിട്ട് ഇവള് പറഞ്ഞു, അത് അവര് നമുക്ക് വേണ്ടി എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. മക്കളെ, ഒരുപാട് ആൾക്കാരുടെ ഒരു വിചാരമുണ്ട്. എന്താണെന്നറിയോ? ഇറ്റ്സ് ദെയർ ഡ്യൂട്ടി. ഉമ്മയും ഉപ്പയും അത് ചെയ്തിരിക്കണം, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ടല്ല അവരത് ചെയ്യുന്നത്, അത് അവർ ചെയ്യേണ്ടതാണ്. ഉപ്പ ഉമ്മ കണക്ക് പറയാൻ പാടില്ല. മക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിനോ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിൻ്റെയോ കണക്കൊരിക്കലും അവർ പറയാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നത് വാങ്ങിത്തരാൻ പറഞ്ഞാൽ എപ്പോഴും പൈസയുടെ പ്രയാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ അവർ ചെയ്യേണ്ടതല്ലേ? ഉമ്മയോട് ചോദിക്കുക ഒരു മോള്, എന്താ ചോദിച്ചെന്നറിയോ? നിങ്ങൾക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ നന്നായി പഠിച്ചുകൂടായിരുന്നോ? എന്നാൽ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നിലവാരത്തിലൊക്കെ നടക്കാൻ പറ്റിയിരുന്നു. എൻ്റെ കൂടെയുള്ളവരുടെയൊക്കെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഏർണിംഗ് മെമ്പേഴ്സാണ്. അവർക്ക് എത്ര സ്റ്റാൻഡേർഡ് കൂടിയാണ് ജീവിക്കുന്നത്. ആ ഉമ്മ മറ്റു വീടുകളിൽ വീട്ടുപണിക്ക് പോകുന്ന ഉമ്മയാ. ആ ഉമ്മ ചെയ്യുന്നത് ഏറ്റവും പുണ്യമായിട്ടുള്ള ജോലിയാ. ഒരു വീട്ടിലൊരു കുഞ്ഞു വാവയെ നോക്കാൻ സഹായിക്കുക, അവിടെയുള്ള പ്രായമായ ഉമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക, ആ വീട്ടുകാരുടെ അത്തരം കാര്യങ്ങളിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു ഉമ്മയോട് ഒരു മോള് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് വല്ല സ്റ്റാൻഡേർഡ് ഉള്ള വല്ല പണിക്കൊക്കെ പോയിക്കൂടായിരുന്നോ? നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. എനിക്ക് പറയാനൊരു സ്റ്റാൻഡേർഡ് ആയിരുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കൊരു നിലയുണ്ടാകുമായിരുന്നു. ഒരൊറ്റ കണ്ടീഷൻ ഒന്ന് മനസ്സിലാലോചിക്കാം. നമ്മുടെ വീട്ടിലൊക്കെയുള്ള മുറ്റത്ത് പറമ്പിലൊക്കെയുള്ള വലിയ വാഴ, ചേനയൊക്കെ തണ്ടിൽ വളരുന്ന ഇത്തരം സസ്യങ്ങളുടെ ആ തണ്ടങ്ങോട്ട് മുറിച്ചിട്ടാൽ എന്താ സംഭവിക്കുക? നിലം പൊത്തൂല്ലേ? ഒറ്റപ്പൊത്തല. ഇതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെ അല്ലലില്ലാതെ സൗന്ദര്യത്തോടു കൂടി ക്യൂട്ടിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫേസ് ക്രീംസും മറ്റുള്ളതും ഒക്കെ ഉപയോഗിച്ച് നല്ല ഫുഡ് കഴിച്ച്, വീട്ടിലുണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളായിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കി കഴിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഉഷാറായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദീസ് 2 ഏർണിംഗ് മെമ്പേഴ്സ്, ഇതിൽ മോസ്റ്റ്, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 95%ഉം ഒന്നുകിൽ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ ഉപ്പ മാത്രം. ചില വീടുകളിൽ ഉപ്പയില്ലാത്ത വീടുകളിലൊക്കെ ഉമ്മ മാത്രം. ഇത്രയൊക്കെ ആൻസർ ഉണ്ടാവുള്ളൂ. 94%ഉം നമ്മുടെയൊക്കെ വീടകങ്ങളെ നമ്മളെ തീറ്റിപ്പോറ്റിക്കൊണ്ട് നടക്കുന്നത് ആരാ? ഈ 2 ആൾക്കാരാ, അല്ലെങ്കിൽ ഈ ഒരൊറ്റ വ്യക്തിയാ. ഒരു ദിവസം ഇത്തിരി ക്യാഷിന്റെ പ്രയാസം കൊണ്ട് ഒരു ടൂറ് പോകാൻ കഴിയാതിരുന്നാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്ട്രെസ് എത്രത്തോളായിരിക്കും? ഏറെ പ്രതീക്ഷിച്ചൊരു യാത്രക്ക് നമുക്ക് പോകാൻ പറ്റാതിരിക്കുക, എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ചൊരു ഷോളോ ടോപ്പോ വാങ്ങാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങി ഒരു ഫുഡ് കഴിച്ചിട്ട് വരാൻ ആ ക്യാഷ് പോലും ചോദിച്ചാൽ അവരുടെ കയ്യിൽ തരാനില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും പലതരത്തിലുള്ള ഇമോഷൻസ് അല്ലേ പോവാ ഉള്ളിലൂടെ, അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു ആള് ഇത്തരത്തിലുള്ള 2 പേരങ്ങോട്ട് ഇല്ലാതാവാം, അല്ലെങ്കിൽ അതിലൊരാൾ ഏർണിംഗ് മെമ്പർ അങ്ങോട്ട് ഇല്ലാതാകുന്ന ഒരവസ്ഥ, ഒരു ബിഗ് സീറോ ഇങ്ങനെ മുന്നിൽ കാണും, അല്ലേ? കൊണ്ടോട്ടി ബിസ്മി എന്ന് പറയുന്ന ഒരു കൾച്ചറൽ സെന്റർ ഉണ്ട്. വിധവകളെയും അവരുടെ യത്തീം മക്കളെയും സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം. ആഴ്ചതോറും അവർ ആ വിധവകൾക്ക് വേണ്ടി ആവശ്യമായ ഭക്ഷണവും മറ്റു സാധനങ്ങളും അവരുടെ മക്കൾക്കുള്ള പഠന സാമഗ്രികളും കുറച്ച് ക്യാഷും ഒക്കെ നല്ല മനസ്സുള്ള ആൾക്കാരുടെ സഹായം കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്.
ആഴ്ചതോറും ടോക്കൺ കൊടുത്തിട്ട് വിധവകൾ അവിടെ വരുന്നു. അവർ സമാധാനത്തോടു കൂടി പഠിച്ചോന പിന്നെ അനുസരിച്ച് ജീവിക്കുന്നു. കാരണം ഈ ക്യാഷും ഇതും ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല കൊടുക്കുന്നത്, അവർക്ക് എല്ലാ ദിവസവും ചെല്ലുന്ന അന്ന് 1-2 മണിക്കൂറിൻ്റെ ഇത്തരത്തിലുള്ള നല്ലൊരു ടോക്കും ഉണ്ടാവും. നാഥനെ അറിയാനുള്ള ഒരു സംസാരം ഉണ്ടാവും. അത് കേട്ടിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതും വാങ്ങിയിട്ട് അവർ പോവുക. ബഷീർക്കയും അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു മഹത്തായ സംരംഭം. ഈ സംരംഭത്തിലുള്ള ഒരു വിധവ തൻ്റെ ഭർത്താവിനെ സ്വന്തം കാർ ഓടിച്ച് ഭർത്താവിനെ കരിപ്പൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി അദ്ദേഹം ഗൾഫിലേക്ക് പോയി കഴിഞ്ഞ് തിരിച്ച് കൂളായിട്ട് തൻ്റെ വീട്ടിലേക്ക് കാർ ഓടിച്ചു വന്ന ഒരു ഉമ്മ വരെ ഇപ്പോൾ അവിടെ വിധവയായിട്ടുണ്ട്. ഈ ഒരു അങ്ങോട്ട് നിന്നുപോയപ്പോ, ഭർത്താവ് അങ്ങോട്ട് ഇല്ലാതായി പോയപ്പോ, ഉപ്പ ഉമ്മ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള മനുഷ്യന്മാര് നമ്മളുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയപ്പോ പിന്നെ ഒരു വേക്കൻ്റാ, ആകെ ഒരു ശൂന്യത. നമുക്കറിയാം, ഉപ്പമാര് പോയാൽ സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ വരും, നമുക്ക് പലതൊക്കെ കൊണ്ടുവന്ന് തരും. ഉപ്പയുടെ ജ്യേഷ്ഠന്മാരായിട്ടോ അനിയന്മാരായിട്ടോ ആ പള്ളി കമ്മിറ്റിക്കാരായിട്ടോ അവിടെയുള്ള നാട്ടിലെ നല്ല നല്ല ആളുകളൊക്കെ സംഘടന രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാരൊക്കെ സഹായത്തിന് വരും അല്ലേ. അവര് നമ്മളെ സഹായിക്കുന്നതും നമ്മുടെ ഉപ്പ ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തു തന്നിരുന്നതും ഒരുപോലെ ആവോ? ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ 2 മനുഷ്യന്മാരെയാണ് പല സമയങ്ങളിലായിട്ട് നമുക്ക് പറ്റാത്തത്. അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റാത്തത്. അവർ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് തുടങ്ങി എനിക്കറിയാം, പഠിക്കാനല്ല, ഞാൻ പഠിച്ചോളാം, ഇങ്ങനെ പറയണ്ട. ഇന്നൊരു ഒഴിവുള്ള ദിവസമാണ്, ഇന്ന് ഞാൻ കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്തോണ്ട് നിങ്ങൾ രാവിലെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങണ്ട അല്ലേ. അപ്പൊ ആലോചിക്കണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്കിരുന്നിട്ട് ഉമ്മനെയും ഉപ്പനെയും കുറിച്ച് നമ്മളാക്കി മാറ്റുന്ന ഇത്തരം ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പോഴേ നമ്മുടെ കണ്ണ് നനയുള്ളൂ. കണ്ണ് നനഞ്ഞാലേ നമുക്ക് റബ്ബിൽ നിന്ന് നമുക്ക് കൂലി കിട്ടുള്ളൂ. കാരണം നമ്മുടെ ഉമ്മനെയും ബാപ്പനെയും കുറിച്ച് ആലോചിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ണ് നിറക്കുന്നത്. എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന ഉണ്ട്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അത് ഉമ്മയും ഉപ്പയും പറഞ്ഞതുകൊണ്ടോ മദ്രസയിലെ ടീച്ചർ പറഞ്ഞതുകൊണ്ടോ പള്ളിയിൽ നിന്ന് നമ്മൾ വെള്ളിയാഴ്ച കുത്തുബയിൽ കേൾക്കുന്നത് കൊണ്ടോ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ, ഉള്ളിൽ നിന്ന് വരണ പ്രാർത്ഥന. അതിന് അവരെക്കുറിച്ച് ചിന്തിക്കണം, അവർ ചെയ്യുന്ന മഹത്വത്തെക്കുറിച്ച് ആലോചിക്കും. നമ്മളെപ്പോ വലുതായി കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒരു ഉമ്മയായി മാറിക്കഴിയുമ്പോൾ, റബ്ബേ ഇങ്ങനെ ആയിരുന്നു എൻ്റെ ഉമ്മ, എന്തോ ഒരു പ്രയാസപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്താൻ, അപ്പൊ എൻ്റെ ഉമ്മച്ചൊക്കെ എങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിവ് വന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞ് തോന്നാനുള്ള ദേഷ്യമൊക്കെ തോന്നി കിട്ടാനുള്ള കുറ്റൊക്കെ വാങ്ങിയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒരവസ്ഥയിൽ എത്തുന്ന സമയത്ത് നമ്മൾ തിരിച്ചിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ തിരിച്ചു കൊടുക്കാനും സ്നേഹിക്കാനോ ഉമ്മ അവിടെ ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് കൂടെ ജീവിക്കുന്നിടത്തോളം കാലം, കൂടെ ഉള്ളിടത്തോളം കാലം ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നണം നമുക്ക്. അത് മനസ്സിലാക്കിയിട്ട് അത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. വലിയൊരു താങ്ക്സ്, ജസാക്കല്ലാഹ് ഖൈർ. നല്ല ചിന്ത ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ ഇതുപോലെ സ്മാർട്ടായിട്ട് ഇനിയും മുന്നോട്ട് വരാനും സംസാരിക്കാനൊക്കെ പറ്റട്ടെ. റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഓക്കെ, പോയിക്കോളൂ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ഞാൻ ഒരിക്കൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഒരു സെഷനിൽ ചോദിച്ചപ്പോൾ ഒരു മോൻ പറയാ, 4ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിനക്കെന്ത് തോന്നി, ഇൻ കേസ് ഇങ്ങനെ നിന്റെ ഉമ്മയും ഉപ്പയും ഏണിംഗ് മെമ്പേഴ്സായിട്ടുള്ള നിന്റെ ഉപ്പ ഇല്ലാതിരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല ടീച്ചറെ, ഞാൻ ആ അവസ്ഥയിലൂടെയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉപ്പ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മോനാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന +2 കഴിഞ്ഞൊരു ചെക്കനാണ്. പക്ഷേ ഒരു രക്ഷയുമില്ല, ഞാൻ ഇറങ്ങുകയല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് പറയുകയുണ്ടായി അവൻ്റെ വിഷമം. അപ്പോൾ അവനെ ഈ ഒരു ചോദ്യം അവനോട് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലാത്ത രീതിയിൽ അവൻ ആ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം മക്കളെ, നമ്മൾ ഒരു കാലം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത്ഭുതമായിരുന്നു എൻ്റെ ഉമ്മ, അത്ഭുതമായിരുന്നു നമുക്ക് മനസ്സിലാവും. എൻ്റെ ഉപ്പ അത്ഭുതമായിരുന്നു, എനിക്ക് വലിയൊരു സംരക്ഷണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും.
പക്ഷേ അപ്പോൾ അവർക്ക് നന്ദി ചെയ്യാനോ അവരോടത് നേരിട്ട് പറയാനോ നമ്മുടെ അടുത്ത് അവരില്ല എന്നുണ്ടെങ്കിൽ, ഇനി നമ്മുടെ അടുത്ത നാട്ടിൽ അവരുണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാനോ അവരുടെ കൂടെ ജീവിക്കാനോ അവർക്ക് വേണ്ടി തിരിച്ചെന്തെങ്കിലും ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളാണ്, നമുക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം വല്ലാതെ മിസ് ചെയ്യുന്ന രണ്ടാൾക്കാർ നമ്മുടെ വീടൊക്കെ. കാരണം കൂടുതലായിട്ടും ഭർത്താവിൻ്റെ വീടുകളിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളൊക്കെ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ പാരൻസിന് വേണ്ടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. ആ സമയത്ത് അവരാഗ്രഹിക്കുന്ന, എൻ്റെ സ്വപ്നത്തിലെ മോളെ പോലെ എനിക്ക് ഇന്ന് എൻ്റെ മോളെ, ഞാൻ സ്വപ്നത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ മോൾ ഇന്ന് എന്നോട് പെരുമാറുന്നു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് റബ്ബിനോട് കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഉമ്മമാർക്ക് സാധിക്കും. കാരണം എന്താണെന്നറിയോ, ഉമ്മമാരൊരു വലിയ അത്ഭുതം. ഇവിടെ തൊട്ടടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു മോനുണ്ട്, ഈ നാട്ടിൽ തന്നെ, ഇവിടെ തൊട്ടടുത്ത്. അവന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള് ഡഫ് ആൻഡ് ഡംബാണ്. കുട്ടികൾക്കൊന്നും സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത മക്കളാണ്. ഹയർ സെക്കൻഡറിയിലാണ്. അപ്പം ഈ മോന് അവിടെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ വൃക്കകളും നശിച്ചതാണ്. കൂട്ടത്തിൽ ഈ ഡഫ് ആൻഡ് ഡംബ്, അവൻ്റെ മൂത്രസഞ്ചിക്ക് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മൂത്രം ഉണ്ടാവുന്ന ആ സമയത്ത് തന്നെ അതിങ്ങനെ പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ പോകണം. അവന് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ ഉമ്മയും ഉപ്പയും കൂടെ നടന്നെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്ഭുതം. പക്ഷേ അവന് ഡോക്ടറെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് വേണ്ടി ചെല്ലും. അവന് ചെക്കപ്പിന് ചെല്ലുമ്പം അവനിങ്ങനെ മെലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. +2 കഴിഞ്ഞപ്പോഴേക്ക് അവന് വീണ്ടും വല്ലാതെ വീക്കാകുന്ന സമയത്ത് ചെക്കപ്പിന് ഇങ്ങനെ പോകും. ഒന്നും ചെയ്യാനില്ല, ഡയാലിസിസ് ചെയ്യാൻ പറ്റൂല, ട്രാൻസ്പ്ലാന്റേഷൻ പറ്റൂല, ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ പോകുന്നിടത്തോളം പോവാം. അത്ഭുതമായ അവൻ്റെ ഉമ്മ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് റിസൾട്ടുകളൊക്കെ കൊണ്ട് ചെക്കപ്പിന് പോകുമ്പോൾ ഉമ്മ ആദ്യം കയറിയിട്ട് ഈ ഫയലുകളൊക്കെ ആദ്യം അവിടെ കൊടുക്കണം എന്നുള്ള വ്യാജേനയാണ് ഈ ഉമ്മ കയറുന്നത്. അത് മകനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടാണ് ഉമ്മ കയറുന്നത്. ഡോക്ടറെ എടുത്തിട്ട് പോയി പറയും, ഡോക്ടറെ ഞാൻ ഇവനെ കൊണ്ടുവന്നിട്ടുണ്ട്, അടുത്തത് ഞങ്ങളാണ് കയറുന്നത്. എത്ര തന്നെ നെഗറ്റീവാണ് റിസൾട്ട് എങ്കിലും, റിസൾട്ട് എത്ര തന്നെ മോശമാണെങ്കിലും ചിരിച്ചു കൊണ്ട് പറയണം കേട്ടോ. മുഖത്ത് ഒരു സങ്കടം ഉണ്ടാവരുത് കേട്ടോ. എൻ്റെ മോനെ സഹിക്കാൻ പറ്റൂല, അവന് കേൾക്കാത്തത് കൊണ്ട് അവൻ അവൻ്റെ അസുഖത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് അറിയില്ല. എന്താ ഉമ്മച്ചി, ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെ പോലെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും ഞാൻ എന്താ ഇങ്ങനെ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താ തടി വെക്കാത്തത്? ഫ്രണ്ട്സൊക്കെ ജിമ്മിലൊക്കെ പോയിട്ട് ബോഡിയൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇവൻ അതിനുള്ള ഫിസിക്കലി അവന് ആവുന്നുമില്ല, ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല, കഴിക്കുന്ന ഭക്ഷണം തന്നെ ശരീരത്തിലേക്ക് എത്തുന്നില്ല, അബ്സോർബ് ചെയ്യാനും പറ്റുന്നില്ല. ഡോക്ടറെ അടുത്തേക്ക് ഉമ്മ കയറി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡോക്ടറും ഉമ്മയും കൂടി ഒരു കളി കളിക്കും. ഇങ്ങോട്ട് ഇറങ്ങും, തിരിച്ചിറങ്ങിയിട്ട് ഇവനെയും കൊണ്ട് വീണ്ടും ആ റൂമിലേക്ക് കയറും. ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് ക്രിയാറ്റിൻ്റെ അളവ് വളരെ കുറവാണല്ലോ, അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ ഹൈ ആയിട്ടുണ്ടെങ്കിൽ വല്ലാതെ കൂടിപ്പോയിട്ടുണ്ടല്ലോ, നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലസൻ്റായി സംസാരിക്കുമ്പോൾ ഉമ്മ ഉള്ളിൽ അങ്ങനെ കരയായിരിക്കും. പക്ഷെ ഇവൻ്റെ മുഖം ഇങ്ങനെ നന്നായി വിടരും, കണ്ണുകൾ വിടർന്നിട്ട് ഒരു കോൺഫിഡൻസ് ഇവന് വരും. അത്തരത്തിലുള്ള അത്ഭുതങ്ങളായിട്ടുള്ള ഓരോ ജന്മങ്ങളാണ് നമ്മുടെയൊക്കെ വീടകങ്ങളിലുള്ള ഉമ്മമാർ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അവർക്ക് റൈറ്റ് ഇല്ലേ നമ്മോട് കുറച്ചൊക്കെ ചീത്ത പറയാൻ? ഇല്ലേ? നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ലേ? നമ്മൾ ഏത് വഴിക്ക് പോകണം, എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയാൻ, തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ടല്ലേ? ഒന്ന് തിരിച്ച് ചിന്തിക്കണം വീട്ടിലെത്തിയിട്ട്. ഞാൻ പറഞ്ഞു പോയത്, ഞാൻ ചെയ്തു പോയത് ശരിയായിരുന്നില്ല, ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. കാരണം നമ്മളെ നന്മയിലേക്ക് അവരിങ്ങനെ നയിച്ചുകൊണ്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കാളും ഒരു 18 20 വയസ്സ് പ്രായമുള്ളവരായിരിക്കും നമ്മുടെ ഉമ്മമാർ. നിങ്ങളിപ്പോൾ മൂത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും 18 20 വയസ്സ് പ്രായമുള്ളവരായിരിക്കും, അല്ലേ?
അവർക്ക് നമ്മൾ അത്ര വിവരമൊന്നും ഉണ്ടാവില്ല. ശരി തന്നെ, നമ്മളെ അത്ര ഫോണിനെ കുറിച്ചോ മറ്റ് സോഷ്യൽ മീഡിയകളെ കുറിച്ചോ മറ്റുള്ള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ട്രെൻഡുകളെ കുറിച്ചോ ഒന്നും അവർക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ അവർക്ക് വിവേകം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് 20 നമ്മളെക്കാളും ഒരു 15-20 വർഷം അധികം ജീവിച്ചപ്പോൾ അവർക്ക് കിട്ടുന്നതാ. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കും കിട്ടും. അപ്പൊ നമ്മളും ചിലതൊക്കെ ചിന്തിക്കും, ഇങ്ങനായിരുന്നു അല്ലേ, ശരി, ഇപ്പോഴെനിക്കത് കത്തിയത്, ഇപ്പോഴെനിക്കത് മനസ്സിലായതെന്ന്. ആ വിവരം വെച്ചിട്ടാണ്, ആ വിവേകം വെച്ചിട്ടാണ് പലപ്പോഴും മോളെ ഈ സമയത്ത് നീ ഒറ്റയ്ക്ക് പോകണ്ട, ഇപ്പൊ നീ അത് ചെയ്യണ്ട, അങ്ങനെ അത് വേണ്ട, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇത് നിന്റെ നല്ല സമയമാണ്, ഈ സമയം നീ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യമാണ് എന്നൊക്കെ അവർ പറയാനും ചിലതൊക്കെ വിലക്ക് വെക്കാനും ചിലതിനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അവർക്ക് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള വിവേകം കൊണ്ടാണ്. വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അന്തം എന്നൊക്കെ പറയും, ആ അന്തം അവർക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവങ്ങളായിട്ടുള്ള ഉമ്മമാര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ വിവേകം ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഉമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതിലെന്തോ ഒരു ശരിയുണ്ടാകും, ഇതിലെന്തോ ഒരു ശരിയുണ്ടാകും, അത് ഞാൻ കേൾക്കേണ്ടതാണ്, അത് ഞാൻ അംഗീകരിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഫാമിലിയാണ് നമ്മളെ ഫസ്റ്റ് സ്കൂള്. കൾച്ചറുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടി കൾച്ചറുള്ള കാര്യങ്ങളെ സംസാരിക്കൂ. നേരെ മറിച്ച് തോന്നിയ രീതിയിൽ ജീവിക്കുന്ന, തോന്നിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടി ആ രീതിയിലായിരിക്കും. എനിക്കറിയാവുന്ന ഒരു മോൻ, മഹാദേവൻ എന്ന അവൻ്റെ പേര്, ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കോഴിക്കോടിനപ്പുറത്ത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ചില കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ജുവൈനൈൽ ഹോമിലൊക്കെ പോലെയുള്ള രീതിയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളാണ്. ഞങ്ങൾ ആ സ്കൂളിലേക്ക് ട്രെയിനിങ്ങിന് പോയി. അതിൽ അവിടുത്തെ അധ്യാപകർ ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരുന്നു. അധ്യാപകർ ഇവിടെ നിരന്നിരിക്കുന്നു, നിങ്ങളെപ്പോലെ അവിടുത്തെ സ്റ്റുഡൻസ് ഇരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഞങ്ങൾ ട്രെയിനീസ് ഇങ്ങ് നിൽക്കുന്നു. എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിലെ സീറ്റിൽ ഇരിക്കുന്നത് മഹാദേവൻ എന്ന പേരുള്ള ഒരു മോനാണ്. അവൻ്റെ 2 കൈകളിലും കൂടിയിട്ട് 6-8 മോതിരമൊക്കെ ഉണ്ട്. കഴുത്തിൽ ചരടോ ചെയിനോ തരത്തിലുള്ള എന്തൊക്കെയുണ്ട്. സാർ ഇവിടുന്ന് എന്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നു അതിൻ്റെയൊക്കെ കൗണ്ടർ അവൻ അവിടെ നിന്ന് ഇങ്ങനെ പറയാം. എനിക്ക് തോന്നി ഇവൻ ആള് ശരിയില്ലല്ലോ, ഇവൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്. വീണ്ടും സാറ് പറയുന്നതിൻ്റെയൊക്കെ കൗണ്ടർ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട്. അത് സാറ് കേൾക്കുന്ന തരത്തിലുണ്ട്, കേൾക്കാത്ത തരത്തിലുണ്ട്. അപ്പം നമുക്കൊരു ഒബീഡിയൻ്റ് അല്ലാത്തൊരു കുഞ്ഞിനെ പോലെ തോന്നി. പക്ഷെ ഞങ്ങളെ പഠിക്കുന്നത് അത്തരത്തിലുള്ള കോഴ്സ് ആയതുകൊണ്ട് എന്തെന്നായാലും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് മഹാദേവനൊന്ന് പിടിക്കണം, അവനോട് ഇത്തിരി സംസാരിക്കണം, എന്തോ സംതിങ് ഈസ് ദർ, എന്തെങ്കിലും ഒന്ന് അവനുണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പായി. ഞങ്ങൾ 2-3 പേര് ഞങ്ങളുടെ ഈ സാറായിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം, അവിടെ വലിയൊരു സ്കൂളാണ്, വിശാലമായ മൈതാനവും തോട്ടമൊക്കെ ഉണ്ട്. ഇവനിങ്ങനെ അതിലൂടെ ഇങ്ങനെ കൊണ്ട് നടന്ന് നല്ലൊരു സ്ഥലത്തെത്തി അവിടെ ഇരുത്തി അവനോട് ഓരോ കാര്യങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ചോദിച്ചപ്പോൾ, മക്കളെ, അവൻ്റെ അച്ഛൻ അവൻ്റെ മുന്നിന്ന് അമ്മയെ വെട്ടിക്കൊന്നതാ. ഈ വെട്ടിക്കൊന്നത് മഹാദേവൻ കണ്ടതാ. ശേഷം അതേ സ്പോട്ടിൽ പോലീസുകാർ വന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ കയ്യാമമിട്ട് ജയിലിലേക്ക് കൊണ്ടുപോയതാ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് പാരൻസ് ഉണ്ടായിട്ടും ഇണക്കമില്ലാതെ ജീവിച്ച് വണക്കമില്ലാത്ത രീതിയിൽ പെരുമാറി അവസാനം ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്ത് 2 ആളും നല്ല രീതിയിൽ ജീവനോടെ ഉണ്ടായിട്ടും അവർ വിപരീതമായിട്ട് പലതരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിതം അവസാനിപ്പിച്ചവരാ. ഒരാൾ ജീവിതം മറ്റൊരാൾ അവസാനിപ്പിച്ചു, കൊന്നു. തൻ്റെ പെറ്റമ്മയെ തൻ്റെ സ്വന്തം അച്ഛൻ കൊല്ലുക. ആ കൊല്ലുന്നത് കണ്ടിട്ടാണ് ഇവന്റെ മനസ്സാകെ മാറിപ്പോയത്. ശേഷം ഇവന്റെ മനസ്സ് മാറാൻ തുടങ്ങി. ഇവനും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. അതങ്ങനെ വരൂ. പിന്നെ അതിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ചില പ്രോസസ്സുകളിലൂടെ കടന്നു പോകണം. അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവൻ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഈ തരത്തിലായി മാറി. ഇപ്പൊ ഈ സ്കൂളിൽ നിന്ന് അവനെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ ചില തരത്തിലുള്ള മിസ്ബിഹേവിയർ കാണുന്ന കുട്ടികളുടെ അവരെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യും, പഠനം നടത്തും. ഫസ്റ്റ് തന്നെ ചോദിക്കല് അവർക്ക് പാരൻസ് ഉണ്ടോ എന്നോ, ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ,
സെപ്പറേറ്റഡ് ആണോ, ഒരുമിച്ചാണോ, നല്ല രീതിയിലാണോ? നോക്കൂ നിങ്ങൾ, ഈ നിങ്ങളുടെ പാരൻസൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അത് മനസ്സിലാക്കണം. കാരണം ഇത്തരത്തിലുള്ള കുറേ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല സമയങ്ങളിലായിട്ട് നമ്മുടെ ചിന്തകളിലുള്ള ചില പോരായ്മകൾ കാരണമാണ് നമ്മളിൽ നിന്നും ചിലതൊക്കെ പറഞ്ഞും ചെയ്തും പോകുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവില്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാനൊക്കെ. ചില സമയങ്ങളിലൊക്കെ ഉമ്മമാര് ഒന്ന് ഹെൽപ്പ് ചെയ്തു തരാൻ, ഒരു ഉപ്പേരിക്ക് അരിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എത്ര സഹായമാവുമായിരുന്നു അവർക്ക്. രാവിലെയൊക്കെ എണീക്കുന്ന സമയത്ത് ഉമ്മമാര് എണീക്കുന്നതൊക്കെ നോക്കണം നിങ്ങൾ. ഒരു പക്ഷേ 4:30 എണീക്കുന്ന ഒരു ഉമ്മ ബാത്റൂമിന്റെ അടുത്തേക്ക് എത്തുന്നത് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. എന്താണെന്നറിയോ? കാലിൻ്റെ മടമ്പിൻ്റെ വേദന കാരണം, മുട്ടുവേദന കാരണം, രാത്രി മുഴുവൻ കുറേ സമയം ഇങ്ങനെ കിടന്നതുകൊണ്ട് എണീച്ച ഉടനെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കറക്റ്റ് ആവാത്തതുകൊണ്ട് പിടിച്ചിട്ടായിരിക്കും അവരെത്തുന്നത്. മാക്സി ഒന്ന് പൊന്തിച്ചു നോക്കിയാൽ അറിയാം, ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു നോക്കിയാൽ അറിയാം ഞരമ്പുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നത്, കാലുകൾ വിണ്ടു കീറിയത്. ഉമ്മ ഇങ്ങനെ പറയും, വയ്യ, പനി വരുന്ന പോലെ ഉണ്ട്, ക്ഷീണമുണ്ട്. ഉമ്മക്ക് സുഖമില്ലാതാവുമ്പോൾ നമുക്ക് ദേഷ്യം. ഉമ്മ എപ്പോഴും ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഉമ്മ നമുക്ക് വേണ്ടി എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി തരിക, നമ്മുടെ ആവശ്യങ്ങൾ ചെയ്തു തരിക, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ട് ഉമ്മ ഇങ്ങനെ ചെയ്തു തരണം. ഉമ്മ ഹെൽത്തി അല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല, നമുക്ക് പറ്റൂല. നമ്മൾ ഉമ്മ പനി വന്ന് കിടക്കുമ്പോൾ നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാനുള്ളൊരു സമയമല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഇനിയിപ്പം 2 ദിവസം വീടൊന്നും പ്രോപ്പർ ആവില്ല. ഉമ്മ ഇല്ലാത്തൊരു വീടാണോ? ഉമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലൊക്കെ വിരുന്ന് പോയാൽ അറിയാം അല്ലേ? നിങ്ങളത് ഏറ്റെടുത്ത് ചെയ്യുമായിരിക്കും, പക്ഷെ ഒന്നും ഒരു മുഴുവനായിട്ടാവില്ല, ഒരു പെർഫെക്ഷൻ വരൂല. അങ്ങനെ ഇരിക്കുന്ന ഒരു ഉമ്മ, ഓടിച്ചാടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ, കുറഞ്ഞ പ്രായമേ ഉള്ളൂ. മൂത്ത മോള് നിങ്ങളുടെയൊക്കെ പ്രായം, +2 പഠിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ മോന് 5ാം ക്ലാസ്സിൽ, ചെറിയ വാവ 3.5-4 വയസ്സ്. പെട്ടെന്നൊരു പനി വന്നു. ഒരാഴ്ച പനിച്ചു, കാണിച്ചു, തിരിച്ചു വന്നു, വീണ്ടും പനി അധികമായി. നമ്മൾ സാധാരണ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുക, ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അങ്ങനെ അങ്ങ് പോകും അല്ലേ? അങ്ങനെ വീട്ടിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പോയതാ. ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിൽക്കണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് മയ്യത്തായിട്ട് ആ ഉമ്മ തിരിച്ചു വരുന്നത്. ആ ഉമ്മയുടെ മയ്യത്ത് കാണാൻ വേണ്ടി നമ്മൾ ചെന്ന സമയത്ത് അവിടുത്തെ ഉമ്മമ്മ പറയാ, ഉപ്പൻ്റെ ഉമ്മ പറയാ, മൂത്ത മോളല്ലേ, നിങ്ങളുടെയൊക്കെ പ്രായമുള്ള മോള്, +2 പഠിക്കുന്ന മോള്, പഠിച്ചോനെ എൻ്റെ കുട്ടിയൊന്ന് കരഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഞങ്ങൾ പോയി നോക്കിയപ്പം ഒരു പാറക്കഷ്ണമൊക്കെ വെച്ചതുപോലെ ഒരനക്കവുമില്ലാതെ, കരയുന്നില്ല, ചിരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കുട്ടി ഇങ്ങനെ നിൽക്കുക. ഇതേ നൃത്തം നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. കുട്ടിയുടെ ഹാർട്ടിന് വല്ലതും സംഭവിക്കും, എൻ്റെ കുട്ടിയൊന്ന് കരഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്നാ ഉമ്മമ്മ ഇങ്ങനെ പറയാം. അവസാനം മയ്യത്ത് കൊണ്ടുപോകാൻ സമയമായി. നമസ്കാരം കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മയ്യത്ത് കൊണ്ടുപോകാൻ സമയമായപ്പം ഈ +2 പഠിക്കുന്ന മോളെങ്ങനെ കൊണ്ടുപോയി മയ്യത്തിൻ്റെ അടുത്തേക്ക്. അവിടെ നിന്ന് ഒരു സ്കെയില് തിരിച്ചിങ്ങനെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ കുട്ടി തിരിച്ചു വരാം. പലതരം ചിന്തകളായിരിക്കാം അവളുടെ മനസ്സിൽ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് വാ. ടീച്ചറാണ് ആ ഉമ്മ, എനിക്കും ജോലിക്ക് പോകാനുള്ളതല്ലേ, മോളെ പയറൊന്ന് എരിഞ്ഞതാ, 2 ഉള്ളി ഒന്ന് തൊലിച്ചതാ, എന്തെങ്കിലും ഒന്ന് ചെയ്തതാ. നമ്മുടെ കറക്റ്റ് സമയമാകുമ്പോൾ എണീക്കുന്നു, നമസ്കരിക്കുന്നു, കുളിക്കുന്നു, താഴെ ചെല്ലുന്നു, നമ്മുടെ ടിഫിൻ ബോക്സ് എടുക്കുന്നു, ആക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇല്ലാതങ്ങ് പോകുന്നു, ഉണ്ടെങ്കിൽ അതെടുത്തു പോകുന്നു. ഈ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഒന്ന് നല്ല രീതിയിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ പോലും നമുക്ക് സമയം ഉണ്ടാവില്ല. വൈകുന്നേരം തിരിച്ചു വരുന്നു, നമ്മുടെയൊക്കെ ഡ്രസ്സുകളും ബാഗുകളും പല സ്ഥലത്താക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് തോന്നുമ്പോൾ ഉറങ്ങുന്നു, തോന്നുമ്പോൾ എണീക്കുന്നു. രാത്രി മോളെ വന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നിർത്താതെ ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. തോന്നിയാൽ പോയി കഴിക്കും, ഇല്ലെങ്കിൽ എല്ലാവരും കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുത്തു പോയി കഴിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ കഴിക്കാതിരിക്കും. അവൻ്റെ കുഞ്ഞു വസ്ത്രങ്ങൾ വരെ അലക്കാൻ
ഇത്തരത്തിലുള്ള ഉമ്മമാർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നല്ലൊരു സമയം ചെയ്യാനുള്ള നല്ലൊരു സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ഉമ്മച്ചി ഇനിയില്ല, സോറി ഉമ്മ, എനിക്ക് ചെയ്തു തരാൻ പറ്റിയില്ല, ഇനി മുതൽ ഞാൻ എന്നും ഉമ്മച്ചിക്ക് ചെയ്തു തന്നോളാട്ടോ, ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് ഞാൻ ചെയ്തു തന്നോളാട്ടോ എന്ന് പറയാൻ പോലും ആ ഉമ്മച്ചി, ആ പറയുന്നത് കേൾക്കാൻ പോലും ആ ഉമ്മച്ചി അവിടെ ഇല്ല. അവളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ശേഷം അവളുടെ 5ാം ക്ലാസ് പഠിക്കുന്ന അനിയനെ ഇങ്ങനെ കൊണ്ടുപോയി ആൾക്കാർ അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറയുമോനെ എന്ന് പറഞ്ഞപ്പോൾ അവനിങ്ങനെ അസ്സലാമു അലൈക്കും, അതങ്ങോട്ട് മുഴുവനായിട്ടില്ല, പൊട്ടിക്കരയാ ചെയ്തത്. ഇതുപോലെ ഒരു പക്ഷെ അവൻ്റെ ഉള്ളിലും ഒരുപാട് ഓടി പോകുമ്പോൾ വിളിക്കുമ്പം വരാത്തതിനും അവിടെയും ഇവിടെയും സാധനങ്ങൾ വാരി വലിച്ചിടുന്നതിനും ഉമ്മ എന്നോട് കൽപ്പിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇനി എൻ്റെ ഉമ്മ എൻ്റെ മരണം വരെ, ഞങ്ങളിനി സ്വർഗലോകത്തെത്തുന്നത് വരെ റബ്ബ് വിധിച്ചാലല്ലാതെ ഞങ്ങളിനി കാണില്ലല്ലോ. 4 വയസ്സായ കുഞ്ഞുമോൻ എന്താ ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ പോയി നോക്കി. അപ്പോൾ ആ വീട്ടിലെ കൊലായി ഭാഗത്ത് മയ്യത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുക്കൂലേ, ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. രാത്രിയൊക്കെ ഉറക്കമൊക്കെ ഒഴിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വട്ടത്തിൽ ഇങ്ങനെ കസാരകൾ ഇട്ടിട്ടുണ്ട്. ആ കസാരയിൽ കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട്, വലിയവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഏതോ ഒരു ഇത്താത്ത ഇങ്ങനെ, പിന്നെ ഒരു +2 ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പ്രായമുള്ള ഒരു ഇത്താത്ത ഇങ്ങനെ അതിൽ നടന്ന് എല്ലാവർക്കും ബിസ്ക്കറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്കൊന്നും കൂടി. അപ്പോൾ അവനൊന്നുകൂടി കൊടുത്തു, എനിക്ക് 2 എണ്ണം വേണം. അവനിങ്ങനെ അട്ടിക്ക് വെക്കുമ്പോൾ അട്ടി മുഴുവനാവുന്നില്ല, 2 എണ്ണം വേണം. ആര് മൈൻഡ് ചെയ്യാൻ? നമ്മുടെ ചില സ്വകാര്യ ഇഷ്ടങ്ങൾ അല്ലേ, ചില സ്വകാര്യ ഇഷ്ടങ്ങൾ. നമ്മൾ ഉമ്മനെങ്ങനെ തോണ്ടും, അതിട്ടേരി. സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ വട്ടത്തിലിരിക്കുമ്പോൾ സ്വന്തമായിട്ടിട്ട് കഴിക്കാനൊക്കെ മടി കാണിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചോദിക്കാനും ചെയ്യാനും ചെയ്തു തരാനും വാങ്ങിത്തരാനും ഈവൻ നമ്മുടെ ഉപ്പയുടെ അടുത്ത് നിന്ന് വരെ ചിലതൊക്കെ പറഞ്ഞു നേടിത്തരാനൊക്കെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, സ്വകാര്യ വാശികള്, സ്വകാര്യ ദുഃഖങ്ങള്, ഇതൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരാ. അവന്റെ വാശി ഇനി ആരാ കേൾക്കാം? 100 ഉമ്മമാര് പകരം വരൂലേ? 100 ഉമ്മമാർ അവൻ്റെ ഉമ്മയുടെ അനിയത്തിയായിട്ടോ ജ്യേഷ്ഠത്തിയായിട്ടോ പലരും അവനെ നോക്കും. ഉമ്മയില്ലാത്ത കുഞ്ഞാണെന്ന് കരുതി പലരും അവൻ എന്ത് ചെയ്യും? അധിക പരിഗണന കൊടുക്കും. പക്ഷേ സ്വന്തം ഉമ്മച്ചി ചെയ്യുന്ന പോലെ ആവോ? ആര് ചെയ്താലും സ്വന്തം ഉമ്മച്ചി ചെയ്യുന്നത് പോലെ ആവില്ല. അത് വല്ലാത്തൊരു ഹൃദയത്തെ ഭേദിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അവൻ ആ കുഞ്ഞ് ഒന്നും അറിയാതെ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയേക്കാം, നമുക്കറിയില്ല. റബ്ബ് നല്ലത് മാത്രം നമുക്ക് വിധിക്കട്ടെ.